അല്ല, അദ്ദേഹം ഒരു ചാനലിന് ഒന്ന് രണ്ട് ചാനലുകൾക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനിപ്പോൾ അത്ര വലിയൊരു ആ, പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല. സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് അയവർക്കുമല്ലോ. ആ രീതിയിൽ അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണം എന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തു. ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അത് ശിരസ വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം മാന്യമായ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒഴിയുകയും പുതിയതായി ഹൈക്കമാൻഡ് നിയോഗിച്ച സണ്ണി ജോസഫിന് അതിൻ്റെ ബാറ്റൺ കൈമാറുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി ഒരു നല്ലൊരു സന്തോഷം, മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റൺ കൈമാറുന്ന ആഗ്രഹിച്ചിരുന്നു. ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞ് അദ്ദേഹം അനുസരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരു അച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. അല്ല, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങളാരും ഒന്നും പറയുന്നില്ല. കാരണം ഇതെല്ലാം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറയും, അത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അങ്ങ് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു. അപ്പോൾ തലമുറ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത്. പക്ഷേ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കൂടുതൽ യുവരക്തങ്ങൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ സാധ്യമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 51 സീറ്റുകളോളം പുതുമുഖങ്ങൾക്ക് ഇന്ന് നൽകുകയുണ്ടായി. പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ, ചാലക്കുടി മാത്രം. എന്ന് വിചാരിച്ച് ചെറുപ്പക്കാർക്ക് കൊടുക്കരുത് എന്നാരും പറയില്ല, കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അടുത്ത ജനുവരി ആകുമ്പോഴേക്കും ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഈ പുതിയതായി വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഏതായാലും പുതിയ നേതൃത്വം വന്നു. പുതിയ നേതൃത്വത്തിൻ്റെ ഇപ്പോൾ പുനഃസംഘടനാ ചർച്ചകളൊക്കെ നടക്കുക. പക്ഷേ എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ. ഇപ്പോൾ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെ പത്രങ്ങളിലൂടെയോ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അറിയുന്നതിന് പകരം ഞങ്ങളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളെ പറയും. അല്ലെങ്കിൽ ഒരിക്കലും പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. മാത്രമല്ല, ഒരു ഭരണമാറ്റം ഉണ്ടായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരവും ശക്തമാണ്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണമെങ്കിൽ പാർട്ടി ഒരുമിച്ച് നിന്ന് പോരാടണം. ഞാൻ ഒറ്റക്കെട്ടുന്നുള്ള വാക്ക് ഞാൻ പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്നുള്ളതുകൊണ്ട് ഒത്തൊരുമിച്ച് മാനസിക ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ എന്ത് PR വർക്ക് LDF നടത്തിയാലും UDF ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അത് സുരേഷിന് കിട്ടാത്തതിനെക്കുറിച്ചല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാധാന്യം കിട്ടണമെന്ന്. അതിപ്പോൾ അതിപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. ഒരു സ്ഥാനവും ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ടീമിനെ വെച്ചു, ആ ടീമിനെ വെച്ച് മുന്നോട്ട് പോവുക. എന്തായാലും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും പാർട്ടി നൽകും, സംശയമൊന്നുമില്ല. ആരാ? അല്ല, അതിപ്പോൾ ആരാവുന്നുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ വായ കൊണ്ട് അത് കൽപ്പിക്കേണ്ട ആവശ്യമില്ല. സുധാകരൻ ചുമതല ഏൽക്കുമ്പോഴത്തേക്കും ഈ കേഡർ സംവിധാനം പോലുള്ള ചില പരിഷ്കാരങ്ങൾ സംഘടനയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ അതിനോടൊക്കെ നീതി പുലർത്താൻ അദ്ദേഹത്തിനായിട്ടുണ്ട്? അതെങ്കിലും അല്ല, അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് അദ്ദേഹം. ഇപ്പോൾ സുധാകരൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ UDFൻ്റെ ഇപ്പോൾ ബൈ ഇലക്ഷൻ നടന്ന നിയോജക മണ്ഡലങ്ങളിൽ UDF നിലനിർത്തിയെന്ന് മാത്രമല്ല
കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിലുണ്ടായതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ, അതിൻ്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തോടെ തന്നെ ആ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു. ചേലക്കര പോലെ കഴിഞ്ഞ 96 മുതൽ LDFൻ്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റുകളുടെ മെജോറിറ്റി കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും സംതൃപ്തി നൽകുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഒരു അസസ്മെൻറ്റ് 12 മുതൽ 15 വരെ സീറ്റുകൾ ജയിക്കുന്നതായിരുന്നു. അതിൽ 18ഓളം സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വമാണ്. കൂട്ടായ നേതൃത്വമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സംഭാവനയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് ഒരു അയവറക്കൽ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു, അതിനൊന്നും പാർട്ടിയിലെ പടലപ്പണക്കായിട്ട് ആരും കാണില്ല. ശശി തരൂരിനെ AICC അച്ചടക്ക ഒരു മുന്നറിയിപ്പ് നൽകേണ്ട വന്നു. അത് മറ്റേ മുന്നറിയിപ്പ് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല കാര്യമാണ്. കാരണം 71-ലെ യുദ്ധം ഒരിക്കലും പെട്ടെന്ന് അവസാനിപ്പിച്ചതല്ല. യുദ്ധത്തിന് ഒരു വിജയം കണ്ടിട്ട് ഇന്ദിരാഗാന്ധി യുദ്ധം അവസാനിപ്പിച്ചിട്ടുള്ളൂ. അതിന് പകരം പെട്ടെന്നൊരു വെടിനിർത്തലുണ്ടായതിൻ്റെ കാരണം എന്താണ് എന്ന് പ്രധാനമന്ത്രി ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇന്ത്യൻ പട്ടാളം വളരെ ആത്മാർത്ഥത്തോടുകൂടെ രാജ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി ശക്തമായി പോരാടി. ആ പോരാട്ടത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും പാകിസ്ഥാൻ്റെ മർമ്മത്തടിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം വിനിയോഗിച്ചില്ല എന്നുള്ളൊരു ധാരണ ഇന്ത്യയിലുണ്ട്. അത് പട്ടാളത്തിൻ്റെ കുറ്റമല്ല, അവർക്ക് ഡയറക്ഷൻ കൊടുത്താണല്ലോ അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതായത് പൂർണ്ണമായിട്ട് തീവ്രവാദികളുടെ ഒരു തുടച്ചു നീക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇനി കുറേ കാലത്തേക്ക് തല പൊങ്ങാത്ത രീതിയിൽ ഒരടി കൊടുക്കാൻ കിട്ടിയൊരു സന്ദർഭമാണ്. പക്ഷേ അത് പെട്ടെന്നുള്ള വെടിനിർത്തലും ട്രംപിൻ്റെ അവകാശവാദവും അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും 71-ലെ സാഹചര്യം ഉണ്ടായിരുന്നു തവണ. അല്ലാതെ 71-ലെ സാഹചര്യം അല്ല 2025-ലുണ്ടായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേ സാഹചര്യം തന്നെയാണ്. അന്നും ഇന്നും ഇന്ത്യൻ പട്ടാളമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം. പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ പട്ടാളം ഭരണം പിടിക്കുമ്പോൾ നമ്മുടെ പട്ടാളം ജനാധിപത്യം നിലനിർത്താനും ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി പോരാടുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട്. അത് ഇന്ത്യൻ പട്ടാളം നമുക്ക് അന്നും ഇന്നും അഭിമാനമാണ്. അപ്പോൾ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ മോഡി സർക്കാർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട്. അല്ല, അത് അദ്ദേഹം പറഞ്ഞത് 100% സത്യമാണ്. അത് ഇത്തവണ ആ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത്. കോവിഡിൻ്റെ പേരിൽ അന്ന് സീനിയർ സിറ്റിസൺസിൻ്റെ വീട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും ഈ തകരാറുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. ആളുകൾ വോട്ടിടുമ്പോൾ അത് ബോക്സ് സീൽ ചെയ്തിരുന്നില്ല. ഈ ചുരണ്ടൽ തന്നെ അന്നുണ്ടായി, കഴിഞ്ഞ അസംബ്ലിയിലും ഉണ്ടായി. ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ LDF ജയിച്ച സീറ്റുകളിൽ ഈ സുധാകരൻ പറഞ്ഞ അതേ കാരണം തന്നെയാണ്. ഞാൻ പറയുന്നത് അതിനെ അങ്ങ് അവഗണിക്കാൻ സാധ്യമല്ല. ഈ പ്രക്രിയ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായിരുന്നല്ലോ ധർമ്മടം നിയോജകമണ്ഡലത്തിൽ സുധാകരൻ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ജനഹിതത്തിനെ കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ്. അതുകൊണ്ട് ശക്തമായ നടപടി ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.